രാഷ്ട്രീയവുമായിട്ട് വേറിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സംഘടന. സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് പൊരുതുന്ന ഒരു സംഘടന, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് നോക്കി ആ പോരായ്മ നികത്താൻ പ്രവർത്തിക്കുന്ന സംഘടന, അത് RSS. ഇത് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ്സിലും സ്വാതന്ത്ര്യ സമരം ചെയ്യാനും എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നുള്ളത് ചിന്തിച്ച് അതിന് പരിഹാരം ചെയ്യാനും ഈ രണ്ട് ജോലികൾ ചെയ്യാനും കേശവ് ബൽറാം ഹെഡ്ഗേവാറിന് സാധിച്ചു. ബട്ട് ഒന്ന് മറ്റൊന്നുമായിട്ട് കൂട്ടിക്കുഴച്ചില്ല. കാരണം ഒന്ന് പോസിറ്റീവാണ്, മറ്റേത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് പ്രവർത്തനമാണ്. സമരം, അറസ്റ്റ്, ജയില്, അടിപിടി, ബഹളം, കല്ലേറ്, ഇതെല്ലാം നെഗറ്റീവാണ്. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ബട്ട് പ്രവൃത്തി നെഗറ്റീവാണ്. സംഘത്തിൽ ഈ നെഗറ്റീവ് പ്രവൃത്തികളേ ഇല്ല. കല്ലേറ് പഠിപ്പിക്കുന്നില്ല, ഒന്നുമില്ല. എന്നാൽ നല്ലൊരു ശരീരം ആവശ്യമാണ് മനുഷ്യന്. അതിന് അച്ചടക്കം ആവശ്യമാണ്. അത്യാവശ്യം കായിക പരിശീലനം ആവശ്യമാണ്. RSS തുടങ്ങിയ കാലത്ത് അല്പം ആയുധ പരിശീലനം ഉണ്ടായിരുന്നു. RSSൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. കാരണം ഒരു സന്നദ്ധ സംഘം രാജ്യത്തിന് വേണ്ടി ആയുധം കയ്യിലെടുക്കാനും മടിയില്ലാത്തവരായിരിക്കണം, കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായിരിക്കും. പിന്നീട് ഈ ആയുധങ്ങൾ ഓരോന്നോരോന്നായിട്ട് കുറച്ചു. ഖഡ്ഗ, വേത്രചർമ്മ, യോഗ് ചാപ്പ്, ഇതൊന്നും ഇപ്പോൾ ശാഖയിലില്ല. ഞാനൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്നു. ചുരികയുണ്ടായിരുന്നു, കഠാരി, ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ പ്രോഗ്രസീവ്ലി അത് കുറച്ചു കൊണ്ടുവന്നു. നമ്മളുടെ യൂണിഫോം തന്നെ മാറ്റി കൊണ്ടുവന്നു. അങ്ങനെ മാറ്റത്തിന്, കാലത്തിൻ്റെ മാറ്റത്തിന് വിധേയമായിട്ടാണ് സംഘം മുന്നോട്ട് വന്നത്.